ഇപ്പം നമ്മുടെ നാട്ടിലൂടെ ഹൈസ്പീഡ് റെയിലിൻ്റെ ഒരു സർവേ നടന്നിരിക്കുകയാണല്ലോ. ഇത് സംബന്ധിച്ച് ആളുകൾക്ക് വളരെ ഉത്കണ്ഠകളുണ്ട്. അതേസമയം ഒരു ഹൈസ്പീഡ് റെയിൽ വരുന്നതിനെ സംബന്ധിച്ച് വളരെ പ്രത്യാശകളും എല്ലാ ഭാഗത്തു നിന്നുണ്ട്. വാർഡ് മെമ്പർമാരെന്നുള്ള നിലയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ട്. പറയും. ഹൈസ്പീഡ് റെയിൽവേ എന്ന് പറയുമ്പോൾ ഇത് റെയിൽവേ വരുന്നത് നല്ലതാണ് എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ പോലും അതിനെപ്പറ്റി നല്ലതെന്നുള്ള അഭിപ്രായം, വികസനം നല്ലതാണെങ്കിൽ പോലും അതിൻ്റെ സഹനം, അതിന് നമ്മൾ അത് പ്രാവർത്തികമാക്കാൻ വരുന്ന ആ സഫറിങ് എങ്ങനെ ഇത് ചെയ്യും എന്നുള്ളതിനെ പറ്റി ആളുകൾക്ക് ഉത്കണ്ഠയുണ്ട്. ജനപ്രതിനിധികളായ ഞങ്ങൾക്ക് പോലത്തെ കേൾക്കുമ്പോൾ ഇത് എങ്ങനെ അഫോർഡ് ചെയ്യും, ഇവരുടെ സാമ്പത്തിക, അവരുടെ ഭൂമി നഷ്ടപ്പെടുന്നവരെ നമുക്ക് എങ്ങനെ പുനരധിവസിക്കാൻ പറ്റും, അവർക്ക് എവിടെ വീടിന് സ്ഥലം കൊടുക്കും, അല്ലെങ്കിൽ അവരുടെ നഷ്ടപ്പെടുന്ന അതിനെങ്ങനെ അതിനൊരു കോമ്പൻസേഷൻ ചെയ്യാൻ പറ്റുന്നത് എവിടെ എന്നുള്ളതിനെ പറ്റി അവരോട് പറയാൻ മാത്രമല്ല, അവർക്ക് അതിനുള്ള മറുപടി കൊടുത്താൽ നമ്മൾ ചെന്ന് അവരെ ഇതിനു വേണ്ടി സമീപിക്കുമ്പോൾ എന്തായിത്തീരും എന്നുള്ളതിനെ പറ്റിയുള്ള ഉത്കണ്ഠ വളരെയധികം ഉണ്ട് ഞങ്ങൾ. ഇപ്പോൾ എസ്റ്റിമേറ്റ് എടുക്കാൻ വന്നപ്പോൾ മാത്രമാണ് ജനങ്ങൾ അറിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ ജനങ്ങൾ തന്നെ ഇതിൻ്റെ ഭവിഷ്യത്തുകൾ എന്താണെന്നോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവുമെന്നോ അതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഇപ്പോൾ ഈ എസ്റ്റിമേറ്റ് എടുത്തത് കൊണ്ട് തന്നെ സ്ഥലങ്ങൾ ഒത്തിരി നഷ്ടപ്പെടുന്നുള്ളത്. ഇപ്പോൾ പറഞ്ഞ പോലെ ഇപ്പം ഹൈസ്കൂള്, സെൻറ് ജോൺസ് UPS ഇങ്ങനെ സ്ഥാപനങ്ങൾ പോലും ഇല്ലാതാവുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ ജനങ്ങളുടെ പ്രതികരണം ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് വളരെ അങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ആശങ്കാജനകമായിരിക്കും. എനിക്കും പറയാനുള്ളത് ഇപ്പം മേലൂരിൻ്റെ ഏറ്റവും വലിയ ഇത് നമുക്ക് ആകെയുള്ളതാണ് മേലൂര് ഹൈസ്കൂൾ. അപ്പോൾ അത് ഒരുപാട് കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. അത് ആ റെയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശബ്ദമലിനീകരണം ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും ഒരുപാട് അപ്പുറത്തായിരിക്കും ശബ്ദമലിനീകരണം ഭവിഷ്യത്തുകൾ. അത് തന്നെയല്ല സാധാരണക്കാരായ ജനങ്ങളെ അധികം പെരുക്കുന്നുള്ളൂ. ഭൂമിയെ സംബന്ധിച്ച് അധികം ഭൂമി വികസനം വരുന്നില്ല. അപ്പോൾ ആ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരുപാട് ആളുകളുടെ ഭൂമി നഷ്ടപ്പെടും, വീട് നഷ്ടപ്പെടും. അവരെ പുനരധിവസിപ്പിക്കാനുള്ള യാതൊരു കാര്യങ്ങളും ഗവൺമെൻറ് ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ യാതൊന്നും നമ്മൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ യാതൊരു എല്ലാ ജനങ്ങളും വളരെ ആശങ്കയോടുകൂടി കാണുന്നതാണ്. ഈ ഭൂമി നഷ്ടപ്പെട്ടു കഴിഞ്ഞാലുള്ള ഒരു വീട് വെച്ച് കൊടുക്കാനോ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ നഷ്ടപ്പെടുന്നു, അതിൻ്റെയുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ച് എല്ലാവരും ആശങ്കയോടുകൂടി കാണുന്നു. ഞങ്ങളും ഒരുപാട് ഉത്കണ്ഠ ചെയ്ത് ഇത് കാണുന്നു. ഈ സാഹചര്യത്തിൽ നമ്മുടെ മുമ്പിൽ എന്ത് സൊല്യൂഷനാണ് ഉള്ളത്? നമുക്കിത് എങ്ങനെ കൈകാര്യം ചെയ്യാം? എങ്ങനെയാണ് ആളുകളുടെ വിശ്വാസം നമുക്ക് ആർജിക്കാൻ പറ്റുക? കോംപ്രമൈസ് എന്ന് പറയുന്നത് നമ്മൾ അവരുടെ ഭൂമിക്ക് പകരം ഭൂമി തന്നെ കൊടുക്കണം. എന്തായാലും എവിടെയെങ്കിലും ഭൂമി വീട് വയ്ക്കാം, വീട് ഒഴിപ്പിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു താമസ സൗകര്യം നഷ്ടപ്പെടുത്തിയതിന് കോമ്പൻസേഷൻ എന്ന് പറയുന്നത് വീടും സ്ഥലം കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ അതിനൊരു കോംപ്രമൈസ് വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതിന് പോലും സമ്മതിക്കാത്ത ഒരവസ്ഥയിൽ ഇത്രയും ഒരു വികസനം നടക്കുന്നത് ആവശ്യമാണെന്ന് കരുതി അവർ ചെയ്യാമെന്ന് സമ്മതിച്ചാൽ പോലും അതിന് ഈക്വൽ ആയിട്ടുള്ള ഭൂമിയും വീടും അവർക്ക് കൊടുത്താൽ മാത്രമാണ് ഇതിനൊരു 50% അവരിൽ നിന്ന് സമ്മതം കിട്ടാൻ പോകുന്നുള്ളൂ. മേലൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മേലൂരൊരു എന്താണ് കൃഷിഭൂമികളാൽ ഇതില്ലേ ഇപ്പം ജാതിയായിരുന്നു, തെങ്ങ്, വാഴ, മരച്ചീനി എല്ലാ ഇതുകളിലും ഫലഭൂയിഷ്ടമായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഈ സ്ഥലം വിട്ടു തരണം റെയിൽവേക്ക് എന്ന് പറയുമ്പോൾ അത് ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയൊരു രീതിയായിരിക്കില്ല. കാരണം ഇന്നിപ്പോൾ അവരതിനെ എന്താണ് സ്വന്തം മക്കളെ, കുടുംബത്തിലുള്ള മക്കളെ കൊണ്ട് എങ്ങനെ മക്കൾക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് അതുപോലെ തന്നെയാണ് അവരിന്ന് പറമ്പിനെ നോക്കി സംരക്ഷിച്ചു കൊണ്ടുപോരുന്നത്. ആ അവസ്ഥ വിട്ട് ആ സ്ഥലമൊക്കെ വിട്ട് ഗവൺമെൻറ്റിന് കൊടുക്കുകയും ഇവർക്ക് യാതൊരു തരത്തിലുള്ള പ്രതിഫലേച്ഛയും ഇല്ലാതെ വരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ഏത് രീതിയിൽ അതിനെ റിയാക്ട് ചെയ്യുന്നതെന്നും പറയാനായിട്ട് സാധിക്കില്ല.
സ്ഥലം വിട്ടുകൊടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്കിനി സ്ഥലം വേറെ സ്ഥലങ്ങൾ വാങ്ങണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇവർ കൊടുക്കുന്ന ഈ തുച്ഛമായ വിലയ്ക്ക് ഇന്ന് സ്ഥലം കിട്ടാനില്ല, എങ്ങും കിട്ടില്ല. അപ്പോൾ ഈ 5 സെന്റും 10 സെന്റും നഷ്ടപ്പെടുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ കൂടുതൽ സ്ഥലമുള്ള ആളുകളായാലും നഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ കൊടുക്കുന്ന കോമ്പൻസേഷൻ കൊണ്ട് എങ്ങനെ അവർ ഇനിയൊരു വീടുണ്ടാക്കി അവരുടെ മക്കൾക്കായാലും മറ്റുള്ളവർക്കായാലും ജീവിക്കാനുള്ള ഒരു സാഹചര്യം മേൽനൂർ സംബന്ധിച്ചില്ല. സാധാരണക്കാരായ ജനങ്ങളാണ് ഇവിടെ തിങ്ങി പാർക്കുന്ന ആളുകൾ. ഇനി ഒരു പ്രധാന പ്രശ്നമുള്ളത്, ഈ സർവേ ഇവിടെ നടക്കുന്ന സമയത്ത് ഗ്രാമപഞ്ചായത്തിനെ ആയാലും ബ്ലോക്ക് പഞ്ചായത്തിനെ ആയാലും ജില്ലാ പഞ്ചായത്തിനെ ആയാലും ബന്ധപ്പെട്ട അധികാരികൾ വിശ്വാസത്തിലെടുക്കുന്നില്ല. ഈ സർവേ നടക്കുന്ന കാര്യം അവരെ അറിയിക്കുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. ഇതിനെ അവിടെ എങ്ങനെ പ്രതികരിക്കുന്നു? ഞങ്ങൾ ആരും അറിയാത്ത കാര്യമാണ്. ഇവിടെ ഈ സർവേക്ക് ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് സ്ഥലം അളക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചതിന് ശേഷം മാത്രമാണ് ഞങ്ങളെ പോലെയുള്ള ആളുകൾ ഇതിനെക്കുറിച്ച് അറിയുന്നത് തന്നെ. പിന്നെ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും ഗ്രാമപഞ്ചായത്തിൽ നിന്നോ അല്ലെങ്കിൽ ജില്ലയിൽ നിന്നോ ബ്ലോക്കിൽ നിന്നോ ഒന്നും ഞങ്ങൾക്കൊരു അറിവില്ല. അല്ലെങ്കിൽ എംപിമാരുണ്ട്, അവർക്കൊന്നും ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ട് ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയുന്നില്ല. നാട്ടുകാരും ഒരു സുപ്രഭാതത്തിൽ വന്ന് അവർ വന്ന് അളക്കുന്നു പോകുന്നത് കണ്ടപ്പോൾ എന്തിനാണ് എന്ന് ചോദിച്ചതിന് ശേഷം മാത്രമാണ് അവർക്ക് ഇന്നതാണ് കാര്യം നടന്നതും ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികളും ഇതറിയുന്നത്. അതൊരിക്കലും ഒരു നല്ലൊരു കാര്യമാണെന്ന് തോന്നല്ല. കാരണം ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ ജനങ്ങൾ അറിഞ്ഞിട്ടല്ലേ, അവർക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്യണമെങ്കിൽ ഇത് മോളിൽ നിന്ന് അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് വികസനം എപ്പോഴും താഴെ തട്ടിന്നാണ് വരണ്ടേ എന്നൊക്കെ നമ്മൾ പഠിപ്പിക്കുകയും പറയുകയും ചെയ്തുകൊണ്ട് ഇങ്ങനൊരു കാര്യം വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കുന്നതിനുള്ള എന്ത് യുക്തിയാണ് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇക്കാര്യത്തിൽ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നടപടി സ്വീകരിക്കാൻ കഴിയുമെന്ന് കരുതുന്നുണ്ട്? കൃത്യമായിട്ട് അറിയിക്കാനും ഇതിൻ്റെ വിശദാംശങ്ങൾ ലഭ്യമാക്കാനും. ഇതിപ്പോൾ എനിക്ക് തോന്നുന്ന പഞ്ചായത്തിലെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ലല്ലോ. ഈ സർവേക്ക് ശേഷം മാത്രമേ ജനങ്ങൾ പറഞ്ഞിട്ടുള്ള ജനപ്രതിനിധികളായി ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അതിനെതിരെ നമ്മൾ പ്രതികരിക്കും. ജനങ്ങളുടെ ഒപ്പം തന്നെ നമ്മൾ നിൽക്കും. കാരണം വികസനമായാലും എന്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഗ്രാമപഞ്ചായത്ത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഉപദ്രവം ചെയ്യുന്ന ഒരു വികസനം വന്നിട്ട് ആർക്കും എന്ത് അതുകൊണ്ട് പ്രയോജനം? ജനങ്ങൾക്ക് നേട്ടം ഉണ്ടാവാണ്ട് ഇത് ചെയ്യണമെങ്കിൽ ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമല്ലേ നമ്മൾ ചെയ്യേണ്ടത്. ഇതല്ലെങ്കിൽ ഏതെങ്കിലും മാധ്യമങ്ങളിലുള്ള എന്തെങ്കിലും ഒരു അറിയിപ്പ് വരണ്ടേ? ഇതൊന്നും ഉണ്ടായിട്ടില്ല. മുകളിലിരിക്കുന്നവർക്കോ എവിടെയെങ്കിലും ഇതിന്റെ ഉദ്യോഗസ്ഥർക്കുള്ള നേട്ടത്തിന് വേണ്ടിയിട്ട് ഇവിടുത്തെ സാധാരണ ജനം സഫർ ചെയ്യണമെന്ന് പറയുന്നത് ഒരു യുക്തിയില്ല. ചില സ്ഥലങ്ങളിൽ ഈ സർവേക്ക് വന്ന ആളുകൾ അതിനെ എന്താണ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ച ആളുകളെ ഭീഷണിപ്പെടുത്തതായിട്ട് റിപ്പോർട്ട് കണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? പക്ഷെ ഈ പറഞ്ഞ പോലെ ഈ സർവേ നടന്നതിന് ശേഷം അല്ലെങ്കിൽ ആ വന്ന സമയത്താണ് ഇതെന്തിനാണെന്ന് പോലും ജനങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഇത് അങ്ങനെ കാര്യങ്ങൾ അറിയാനുള്ള ഒരു ഇത് ജനങ്ങളിൽ എത്തിയിട്ടില്ല, ഒരു അവബോധം ജനങ്ങൾക്ക് കൊടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എന്നും സർവേകളാണ് മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് ജനങ്ങൾ പഠിച്ചിട്ടില്ല ഇതിനെപ്പറ്റി. അതുകൊണ്ടാണ് ജനങ്ങൾ പ്രതികരിക്കാത്തതുകൊണ്ടാണ്. വീടുകളിലൊന്നും ആളില്ലാത്ത സമയത്താണല്ലോ അവർ വന്ന് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെ നേരിട്ട് ബാധിക്കുന്ന ഈ വീടുകളല്ലാതെ തന്നെ മേലൂരിന്റെ സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക പ്രശ്നങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചു പോകും. ഇപ്പോൾ സ്കൂളുകളെ സംബന്ധിച്ച കാര്യങ്ങളാണെങ്കിലോ ജലസ്രോതസ്സുകളെ സംബന്ധിച്ച കാര്യങ്ങളാണ്, വിലക്കയറ്റത്തിനെ സംബന്ധിച്ച കാര്യങ്ങളും അങ്ങനെ ഒരുപാട് വരുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ കരുതേണ്ടതില്ലേ? നമുക്കിപ്പോൾ മൊത്തത്തിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ ജനങ്ങളോട് നമുക്ക് എന്താ പറയാനുള്ളത്? ബാധിക്കുന്ന ആളുകളോട് നമുക്ക് എന്താണ് പറയാനുള്ളത്? ഇന്നതെന്ന് പറഞ്ഞാൽ ഇത് മേലൂരിത്തെ എല്ലാ ജനങ്ങളെയും ബാധിക്കുന്നതാണ്. ഒരു ഹൈസ്കൂള് ആകെ നമുക്ക് മേലൂരിന്റെ അഭിമാനമായിട്ടുള്ള ആദ്യത്തെ ഒരു ഹൈസ്കൂൾ വേണ്ടി ഇവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പേരുടെ കാരണന്മാരായിട്ട് തമ്മിൽ ഉള്ള ഒരു പാരമ്പര്യമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഒരു സ്ഥാപനം ഇല്ലാണ്ടാക്കി തീരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരാൾക്കടെ മാത്രമൊന്നുമല്ല, മേലൂരിത്തെ നമ്മളുടെ എല്ലാവരുടെയും ഒരു ഇതാണ്, ഒരു പൊതുസ്വത്താണ്. അത് നഷ്ടപ്പെടുത്താൻ ഇവിടുത്തെ ജനങ്ങളോടും എതിരല്ല. പക്ഷെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വികസനം എന്ത് വന്നാലും അതിന് നമ്മൾ സഹായിക്കാൻ തയ്യാറാണ്. പക്ഷെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള ഒരു വികസനം വന്നു കഴിഞ്ഞാൽ അത് വളരെയധികം ശ്രദ്ധിച്ചു നോക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് അതിന്റെ തീരുമാനങ്ങളോട് യോജിച്ചു പോകാൻ നമുക്ക് പറ്റുള്ളൂ.